പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. മോഞ്ചം ഭാഷകൾ ഒരുമിച്ച് ഞങ്ങൾക്കിങ്ങനെ ഈ സൂം ലൈനിൽ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ചില ദിവസങ്ങളായി ദൈവമഹത്വത്തെ പറ്റി ആമേൻ വചനത്തിൽ കൂടെ പൊതുജനത്തിന് ആമേൻ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നമ്മിൽ വസിക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ച് ഇന്ന് വീണ്ടും ആമേൻ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ദൈവകരങ്ങളെയൊക്കെ ഈ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമം തന്നെ. ആമേൻ. നമ്മൾ വസിക്കുന്ന ദൈവമഹത്വത്തെ കുറിച്ച് എൻ്റെ കണ്ടിന്യൂഷനായി ഇന്ന് ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. തുടർന്ന് വചന സൃഷ്പനായ കലാദാസൻ കെ വർഗീസ് മോൻചമ്പാസനെ ക്ഷണിക്കുന്നു. സ്തോത്രം. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MLWC സൂം ലൈനിൽ കൂടെ ഇങ്ങനെ ഒരു ദൈവം ഒരുക്കി തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോസഫ് വർഗീസ്, അതിൻ്റെ ടീം അംഗങ്ങൾ, ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കള്, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്യുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവ മഹത്വത്തെ കുറിച്ചാണ്. എന്താണ് നമ്മളിൽ വസിക്കുന്ന ദൈവമഹത്വം? എന്താണ്, വാട്ട് ഈസ് എ ഡെഫിനിഷൻ? അല്ലെന്നുണ്ടെങ്കിൽ ദൈവമഹത്വത്തിൽ ഗ്ലോറി ഓഫ് ഗോഡ് കണ്ടെയ്ൻസ് 3 things. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയുന്നു. ദ പ്രസൻസ് ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്, ഗുഡ്നെസ് ഓഫ് ഗോഡ്. ഈ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന, നമുക്ക് നഷ്ടപ്പെട്ടതിനെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം നമ്മളിൽ നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഇന്നത്തെ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അത് കിട്ടിയതിനെ കൊണ്ട്. കഴിഞ്ഞ രാത്രിയില് ഞാന് മോശയുടെ കാര്യം പറഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നീ വടിയെടുത്ത് കടലിനെ വിഭാഗിക്കുക, കടലിന് നേരെ നീട്ടി കടലിനെ വിഭാഗിക്കുക. അങ്ങനെ നിലവിളിക്കാനല്ല വിളിച്ചത് എന്ന് പറഞ്ഞോണ്ട് എന്നെ കേട്ട 3-4 പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിലവിളിക്കണം. അവർക്ക് നിലവിളിച്ചോണ്ടേ പറ്റുള്ളൂ. അവർക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? നിലവിളിച്ചേ പറ്റത്തോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കുത്തിയിരുന്ന് നിലവിളിച്ചു. ചെങ്കടലിന് മുന്നേ ഉണ്ട്, നിങ്ങൾ കുത്തിയിരുന്ന് നിലവിളിച്ചു. അവരുടെ മുന്നേ ചെങ്കടല് മാറത്തില്ല. ഒന്ന് വായിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ തലമണ്ടയിലല്ല ഇത് വിശ്വാസം ഇരിക്കേണ്ടത്. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് ദൈവമഹത്വം കാണുന്നത്. ഒന്ന് വായിച്ചാട്ട് കർത്താവിനെ. 13 വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയോട് അരുളി ചെയ്തത്, നിലവിളിക്കുന്നത് എന്ത്? നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്?
മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുന്നു. ഇപ്പൊ കർത്താവിന്റെ ദാസൻ തന്നെയെന്ന് പറഞ്ഞ നിലവിളിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ വഴക്ക് പറയുമായിരുന്നു ചെയ്തത്. അതങ്ങനെ നല്ലതായി, ഇനി മേലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നീ നിലവിളിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ല, വടിയുണ്ടോ അത് അവിടുത്തെ വിഷയമല്ല. നിലവിളിച്ചത് ശരിയാണോ ആ സമയത്ത്? അല്ല. ഇത് പറഞ്ഞാൽ ഇവരുടെ തലേ കയറാത്ത എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ന് ക്രിസ്ത്യാനിറ്റി ദൈവം മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന പവർ, അതോറിറ്റി ദൈവ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലാതെ മോശ നിലവിളിക്കാനല്ല. ഈ മോശയിൽ കൂടി ദൈവം അത്ഭുതങ്ങളെ ചെങ്കടലിനെ വിഭാഗിച്ച് അത്ഭുതം ഒരിക്കലും നടക്കാത്തത് ആ ദൈവ മഹത്വം വെളിപ്പെടുത്താൻ നിലവിളിയല്ല ആവശ്യം. അതാണ് ഇന്ന് പ്രശ്നം. ദൈവം തന്നിരിക്കുന്ന പവർ, സാന്നിധ്യം, ഗുഡ്നസ് നമ്മളിൽ തന്നിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പം ഞാൻ രാവിലെ കർത്താവിന്റെ ദാസനോട് സംസാരിച്ചതിന് ശേഷം അതിനൊരു ഉദാഹരണം പറയാനായിട്ട് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ദൈവാത്മാവ് തോന്നിച്ചോ എൻ്റെ ആത്മാവ് തോന്നിച്ചോ എനിക്ക് തോന്നിയ ഒരു വിഷയമാണ് പറയാനായിട്ട് പോവാണ്. ഈ നല്ലൊരു കാലംകുട എന്ന് പറയുന്ന കാലം കണ്ടിട്ടുണ്ടോ? കാലംകുട. ഓക്കെ. ഈ കാലംകുട എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. കാറ്റ് വന്നാലൊന്നും പെട്ടെന്നൊന്നും ഇങ്ങനെ പ്ലാന്നും പറഞ്ഞ് പോകത്തില്ല. മറ്റേ 2-3 ഫോണിലുള്ളത് കാറ്റ് വന്നുണ്ടെങ്കിൽ തിരിഞ്ഞങ്ങ് പോകും. അപ്പം ഈ കാലംകുട കയ്യിലുണ്ട്, കഷത്തി വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചില അപ്പച്ചന്മാരാണെങ്കിൽ അത് കുത്തിക്കൊണ്ട് കിടക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? കർത്താനാസം കണ്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു കുട കയ്യിലുണ്ട്, ഭയങ്കര മഴ വരുന്നുണ്ട്, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കുട എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ? കുട കക്ഷത്തി വെച്ചുകൊണ്ട് നടക്കുക. ആരാണ്ട് ചോദിച്ചു, മോനെ എടാ അച്ചായോ ഈ കുട എന്തിനാ കക്ഷത്തി വെച്ചേക്കുന്നത്? മഴയുണ്ട്. അത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴയെ നിർത്താൻ വേണ്ടി. ഈ കുട എന്തോ ചെയ്യാനാ പിന്നെ കൈ തന്നേക്കുന്നത്? മഴയെ തടഞ്ഞു നിർത്തി നിനക്ക് മുന്നോട്ട് പോകാനല്ലേ കുട തന്നേക്കുന്നത്. അതെ. അതിന് കർത്താവിനോട് കരഞ്ഞാൽ മതിയോ? നിനക്കതിന് പോകാൻ വഴി തന്നിട്ടുണ്ടോ? അത് ഉപയോഗിക്കുന്നു. ഞാൻ കക്ഷത്തിൽ ഇരിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതെടുക്കത്തില്ല. കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും? കർത്താവിനെ കൊണ്ട്. എന്നിട്ട് ദൈവമഹത്വം കാണാനിരിക്കുകയാണ്. കാണുന്നു ഇല്ല. ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, മാനവരാശിക്ക് നഷ്ടപ്പെട്ടത് ദൈവമഹത്വമായിരുന്നു. അത് മടക്കി തന്നു. അത് വിശ്വസിക്കാൻ നീ കർത്താവിന്റെ ദാസൻ കേട്ടിട്ടുണ്ട്, മിക്കവാറും ആൾക്കാരൊക്കെ കേൾക്കുന്നതാണ്. ഈ I2I സുനിൽ എന്ന് പറഞ്ഞ ഒരു ന്യൂസുകാരനെ കേട്ടിട്ടുണ്ടോ? പുള്ളി ഈ വിശ്വാസികളെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എന്താ വിളിക്കുന്നത് അറിയാമോ? എന്താ വിളിക്കുന്നേ? ഓർക്കുന്നില്ല. മൊണ്ണ വിശ്വാസി. അത് ഉഗ്രം വിളിയാ. ഈ വിശ്വാസി എന്ന് പറഞ്ഞ ദൈവവചനം കയ്യിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്, ദൈവ മഹത്വം തന്നിട്ടുണ്ട്, എന്നിട്ടും വിശ്വാസികൾ എന്തായിട്ടിരിക്കുക? ഇപ്പോഴും വിശ്വാസി. ഈ അദ്ദേഹം പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ, അദ്ദേഹത്തിന്റെ രീതി ഉപയോഗിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ മൊണ്ണകളായി പോകരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്നതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ഇന്നലെ ഞാൻ എന്നെ ദൈവഭാഗത്ത് കൊണ്ടുവന്ന ദൈവദാസനോട് പറഞ്ഞു, ഇതേമാതിരി സൂക്ഷിച്ച് നടന്നാൽ മതിയല്ലോ. ദൈവമക്കളെ, നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ സൂക്ഷിക്കേണ്ടത്
ദൈവവചനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ സൂക്ഷ്മതയോടെ നടക്കണം. നമ്മൾ വിഡ്ഢികളായി പോകരുത്. നമുക്ക് തന്നിരിക്കുന്ന ആ മഹത്വം, ഗ്ലോറി പുറത്തു കൊണ്ടുവരണം. കൊരിന്ത്യ ലേഖനത്തിനകത്ത്, 2 കൊരിന്ത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കമ്പാരിഷൻ സ്റ്റഡി നടത്തുന്നുണ്ട്. മോശയുടെ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ആ കമ്പാരിസൺ സ്റ്റഡിയിൽ മോശയുടെ ശുശ്രൂഷയാണോ ഏറ്റവും കൂടിയത്, അതോ ഒരു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷയാണോ ഏറ്റവും കൂടിയത്? പുതിയ നിയമത്തിലെ ശുശ്രൂഷയാണോ കൂടിയത്? ചിന്തിക്കുക. ആദ്യം നമ്മളിൽ പകർന്നു തന്നിരിക്കുന്ന ആ ഉന്നതമായ ഗ്ലോറി, ദൈവമഹത്വം, ഈ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നടന്നാണ് എല്ലായിടത്തും പോയിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ കൂടി വന്ന അന്നത്തെ കാലത്തെ വാഹനം എന്ന് പറഞ്ഞ കഴുതയാ, അല്ലെന്നുണ്ടെങ്കിൽ കുതിര, അല്ലെ ഒട്ടകം, ഇതുപോലുള്ള വാഹനങ്ങളാണ് അന്നത്തേത്. ഇന്നത്തെ വാഹനം പോലെ അല്ലല്ലോ. പിന്നെ നടപ്പാണ് ഏറ്റവും കൂടുതൽ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി നടന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നതിന് ചുരുക്കം, അന്ന് നടക്കാനായിട്ട് മനുഷ്യർക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന് സമാധാനത്തോടെ നടക്കാൻ പോലും പേടിയാ. കാരണം ഇന്ന് ഒരു വഴി കൂടെ പട്ടി, മറ്റേ വഴി കൂടെ വണ്ടി, ആർക്കും നടക്കാൻ പോലും പറ്റാത്തില്ല, നിരത്തിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ ചിന്തിക്കുക, യേശു കർത്താവ് നടന്നു പോന്നു. ആരെങ്കിലും യേശുവിന്റെ നിഴലിൽ വീണ ഒരു മനുഷ്യനും സൗഖ്യമായിട്ടില്ല. സൗഖ്യമായ കർത്താവിനെ പറയുന്നില്ല, ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. എന്നാൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് അനേകര് സൗഖ്യമായി. എന്നാൽ പത്രോസിന്റെ നിഴല് വീണ് അനേകര് സൗഖ്യമാകുന്നു. അതെ, ദൈവമഹത്വം വെളിപ്പെടുന്നു. അതെന്തായിരുന്നു? അതാണ് ഗ്ലോറി, നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലോറി. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് നമ്മുടെ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ കൂടി വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മലയാളി സമൂഹത്തിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിറ്റിസിസം, ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. ആരെങ്കിലും ശുശ്രൂഷിക്കുന്നവരെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇനി ക്രിട്ടിസൈസ് ചെയ്യാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ദൈവമക്കളെ, അതാണ് ദൈവമഹത്വം വെളിപ്പെടണം. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളെ കൊണ്ട് തന്നെ ശുശ്രൂഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ന്യൂസ് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന കണ്ടു. അത് കേരളത്തിലുള്ള ഒരു ന്യൂസ് ചാനൽ ഇട്ടേക്കുന്നതാണ്. പഞ്ചാബിലെ ക്രിസ്മസ് ആഘോഷം അതെന്താണെന്ന് ചോദിക്കാൻ, പഞ്ചാബിൽ ഭയങ്കരമായിട്ട് ദൈവപ്രവർത്തി നടക്കുന്നു. ആയിരങ്ങള് ദൈവസന്നിധാനത്തിൽ വരുന്നു. 1900-ന്റെ ആരംഭത്തിൽ കേരളത്തിൽ ആരംഭിച്ച ദൈവസഭ ഒച്ച എഴയുന്ന മാതിരിയാണ് എഴിഞ്ഞു പോയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു പ്രാവശ്യം ഗാന്ധിയാണോ മഹാത്മാഗാന്ധിയാണോ പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഓർമ്മ വരുന്നു. ഈ ക്രിസ്ത്യാനികൾ യേശു പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ എന്നേ ക്രിസ്തുമതം സ്വീകരിച്ചിരുമായിരുന്നു.
യേശു പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതം വെളിപ്പെടുത്താനുള്ളതാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ളതാണ്. ദൈവം, യേശു ഈ ഭൂമിയിൽ വന്ന ഒരു മതമല്ല സ്ഥാപിച്ചത്. അത് നിങ്ങൾ ചിന്തിക്കണം. ക്രിസ്തു മതം എന്ന് പറയുന്നത് യേശുവിൻ്റെതല്ല. ഒന്നുകൂടെ പറയുന്നു, ക്രിസ്തു മതം യേശു സ്ഥാപിച്ചതല്ല. യേശു തന്റെ രാജ്യമാണ് സ്ഥാപിച്ചത്. ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കർത്താവ് ശിഷ്യന്മാരെ ആക്കാനാണ് പറഞ്ഞത്. ഇവിടെ അതല്ല നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും ശിഷ്യരാകണം. ഈ ദൈവവചനത്തിന്റെ അർത്ഥം ഞാൻ എന്നെ സൂപ്പറാക്കാൻ വേണ്ടിയൊന്നുമല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തിയ, ഈ ജോസഫ് വർഗീസിനും എനിക്കും അതുപോലെ ചിലരൊക്കെ ദൈവം വെളിപ്പെടുത്തിയ ആ വെളിപ്പാടുകളെ നിങ്ങളോട് വെളിപ്പെടുത്തി തരുന്നു. സിമ്പിളാണ്. നിങ്ങൾ ഒരു വചനം വായിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് എൻ്റെ വൈഫ് പറയാനിടയായി, ദാനിയേൽ പൂവണ്ണത്തിങ്കൽ എന്ന് പറഞ്ഞ ഒരു അച്ഛന്, കത്തോലിക്ക അച്ഛന്, ഒരു കരിസ്മാറ്റിക് പ്രീച്ചറാണ്. അപ്പൊ അച്ഛൻ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവവചനം കുറച്ച് വായിക്കുന്നു, 1-2 അധ്യായം വായിക്കുന്നു, അതിനകത്തുനിന്ന് ഷോർട്ട് ഒരു മെസ്സേജ് പറയുന്നു. അപ്പൊ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞത്, അച്ഛൻ പറയുന്ന വളരെ സിമ്പിളായിട്ടാണ്, അത് മനസ്സിലാകുന്നുണ്ട്. അതേസമയം നമ്മള് വലിയ വലിയ പ്രീച്ചേഴ്സാണെന്ന് പറയുന്നവര്, അവർ പറയുന്നത് മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വചനം വായിച്ചാൽ മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുത്തെങ്കിൽ അല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അതെ. ഗ്രീക്കും അരമാക്കും അങ്ങനെ എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുണ്ടോ, ആ വാക്കുകളെയൊക്കെ ഇങ്ങനെ സൂപ്പർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പൗലോസ് അപ്പോസ്തലന് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന മാതിരി ഒന്ന് വായിച്ച. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനു ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം, അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. മതി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഇന്ന് അതാ നടക്കുന്നത്. അതെ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയ, ഇപ്പം ഡോക്ടർ റവറന്റ് ആണ് ഇപ്പൊ എല്ലാം കിടക്കുന്നത്. റവറന്റ് ഡോക്ടർ റവറന്റ് ഒക്കെയാണ് കിടക്കുന്നത്. ഉപദേശിമാരില്ല ഇപ്പം. ആരില്ല? ഉപദേശിമാരില്ല. ഡോക്ടർമാരെ കൊണ്ട് നിറഞ്ഞു. അത് കാരണം രോഗികളെ കൊണ്ടങ്ങ് നിറഞ്ഞു. കേരളത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ഡോക്ടർമാരുമുണ്ട്, എല്ലാം ഉണ്ട്. രോഗികളുടെ ബഹളമാണ്. പണ്ട് കേരളത്തില് ഈ നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു. വൈദ്യന്മാരെന്നല്ലേ പറയുന്നതാണോ? അതെ, വൈദ്യന്മാര്. ഡോക്ടർമാരെന്നല്ല, വൈദ്യന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെ പോവാ? ഞാൻ ആ വൈദ്യനെ ഒന്ന് കാണാൻ പോവാ. ഏത് വൈദ്യ? ആലോപ്പതി വൈദ്യനുണ്ടല്ലോ ഇപ്പോൾ വന്നേക്കുന്നത്.
വൈദ്യന്മാരെ കാണാൻ, നാട്ടു ചികിത്സ ചെയ്യുന്ന വൈദ്യനെ അവനെ കാണാൻ പോയിരുന്നു. അന്ന് രോഗികളും കുറവായിരുന്നു. ഇപ്പം ഡോക്ടർ റവറന്റുമാർ കൂടി രോഗികളും ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം എന്നെ ഒരമ്മാമ്മ, ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, കത്തോലിക്ക വീട്ടിൽ ചെന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ചെറുപ്പക്കാരനെ സുവിശേഷം കേൾക്കാനായിട്ട് എന്നെ വിളിപ്പിച്ച. ഞാൻ അവിടെ ചെന്നു. അപ്പം അപ്പാർട്ട്മെന്റിൽ ചെന്നുണ്ടേ, മോനെ നേരിട ഒരു ഉപദേശി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ആദ്യം ഉപദേശി എന്ന് കേട്ടോണ്ടേ എനിക്കൊരു ചെറിയ ചമ്മല് പോലെ തോന്നി കേട്ടോ. പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നീട് ഉപദേശി എന്നുള്ളൊരു വിളിയുണ്ടല്ലോ, അതൊരു വിളി തന്നെയാണ്. സ്തോത്രം. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാം, ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഉപദേശിക്കാനായിട്ടാണ്. അതെ. കർത്താവിൻ്റെ ഒരു ദാസനായിട്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞത് നമ്മള് ഈ പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്നത്? ആരോ അയക്കുന്നത് ഇദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുന്നു, അല്ലേ? അതെ. പണ്ട് കാലത്തെ പോസ്റ്റ്മാൻ വേറൊരു ജോലിയുടെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് എല്ലാവർക്കും എഴുത്തും വായന അറിയത്തില്ലായിരുന്നു. അങ്ങനത്തെ കാലത്ത് പോസ്റ്റ്മാൻമാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മോനെ എന്തോ എഴുതിയിരിക്കുന്ന കത്തിനകത്തൊന്ന് എഴുതിയിരിക്കുന്നു, ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? പിന്നെ ആ പോസ്റ്റ്മാൻ പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? വായിച്ച് കേൾപ്പിക്കണമായിരുന്നു. നമുക്കങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ജോലിയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ തത്വജ്ഞാനത്തിൻ്റെയും വഞ്ചനയുടെയും പുറകെ പോകാതെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പദവി അല്ലെന്നുണ്ടെ മഹത്വം എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാണ്. സിമ്പിളായിട്ട് നമ്മുടെ മേൽ പകർന്നിരുന്ന മഹത്വത്തെ കുറിച്ച് പിന്നീട് അടുത്ത പ്രാവശ്യം പറയാം. അതിന്റെ 9-10 വാക്യം ഒന്ന് വായിച്ചാട്ടെ സന്നാസിനെ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്? കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന്റെ സകല പരിപൂർണതയും ദേഹരൂപമായി കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുകയാണ്. അപ്പം എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ, എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും, അതിനകത്ത് ആരും വ്യത്യാസമൊന്നുമില്ല, ഞാനും നിങ്ങളും എന്തായി തീർന്നു? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തു, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് യു ആർ പെർഫെക്റ്റ്. ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കർത്താനെ, 10-ാമത്തെ വാക്യം. And ye are complete in him, which is head of all principality and power. Okay. You are complete in him. അപ്പൊ നിങ്ങൾ ഇനി എന്താ കുറവുള്ളത്? ആരെങ്കിലും പറഞ്ഞേ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പറഞ്ഞേ, നിങ്ങളിൽ എന്താ കുറവുള്ളത്? എന്തുവാണ് നിങ്ങളിൽ കുറച്ച് തന്നേക്കുന്നത്? നിങ്ങളുടെ മുന്നേ നിൽക്കുന്ന വിഷയം ദൈവമഹത്വം വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതിൽ കവിഞ്ഞിനി കർത്താവ് എന്താണ് തരാനുള്ളത്?
ഞാൻ പറയുന്നത് ആർക്കെങ്കിലും, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. യു ആർ കംപ്ലീറ്റഡ് ഇൻ ക്രൈസ്റ്റ്. Amen. നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു. അപ്പോ മോശയുടെ ശുശ്രൂഷയെക്കാട്ടിൽ കൂടിയ ശുശ്രൂഷ ലഭിച്ച സഹോദര സഹോദരി, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരുന്ന് കരയത്തേ ഉള്ളൂ. Amen. ഒടുവിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുക, കർത്താവെ, ഞാൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് തുരുത്തിയിലാക്കി വെച്ചിട്ടില്ലയോ എന്റെ കണ്ണുനീര്? കർത്താവിനെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. Hallelujah. തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ കണ്ണുനീരും തുടച്ചതാ. പിന്നെ എന്താ കർത്താവെ നീ ഒന്നും ചെയ്യാതിരുന്നത്? അന്നേരം കർത്താവിന് പറയാനുള്ളത്, മകനെ, മകളെ, ഞാൻ നിന്റെ കയ്യിൽ എല്ലാ അധികാരവും എല്ലാ പവറും എല്ലാ ശക്തിയും നിന്റെ കയ്യിൽ തന്നു. നീ എന്താ ഉപയോഗിക്കാതിരുന്നത്? മോശക്കാട്ടി കൂടിയ ശക്തിയും അധികാരവും നിങ്ങൾക്ക് തന്നില്ലേ? എന്റെ ദാസനായ മോശ അവന്റെ ഭവനത്തിൽ ദാസനായിരുന്നു. എന്നാൽ യേശു അവന്റെ ഭവനത്തിന് ചമച്ചവനാണ്. Amen. അതൊന്ന് വായിച്ച 3-ാം അധ്യായം എടുത്താട്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം. മൂന്നിന്റെ 2. അതിന്റെ 2 മുതൽ വായിച്ചാട്ട. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാൾ ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിനും യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു, അരുളി ചെയ്തവനായിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യം പ്രശംസയിൽ നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഭവനമാണ് നിങ്ങൾ, നിങ്ങളെ ചമയിച്ചവൻ അവനാണ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ആണോ? അതെ. ഭവനം നിങ്ങളാണ്, ഭവനത്തെ ചമയിച്ചവനും അവനാണ്. ആമേൻ. മോശ ഭവനത്തിന്റെ ആരായിരുന്നു? ദാസനായിരുന്നു. യെസ്. എന്നാൽ ഭവനം ചമയിച്ചവൻ ആരായിരുന്നു? അധികാരിയായിരുന്നു. അതെ. പുത്രനായിരുന്നു. നിങ്ങളെ ചമയിച്ചു തന്നു. ബൈബിളിൽ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഇതിനെ എന്തെങ്കിലും വ്യാഖ്യാനിക്കണോ? വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചവൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വെളിപ്പെടുത്തി തന്നിരിക്കുക അവൻ, നിങ്ങൾ അവന്റെ ഭവനമാണ്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോടെ മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് മെസാനാളിനെ പോലെ മത്സരത്തിനെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മക്കളെ, യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളവരെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ആ മഹത്വവാനായവൻ നമ്മളെ ചമയിച്ച് ഇവിടെ ആക്കിയിരിക്കുകയാണ്. ഒരു പുഷ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇഷ്ടമുള്ള ഒരു പൂവാണ് റോസപ്പൂ, ആണോ? അതുപോലെ മുല്ലപ്പൂവ്. അതെ.
മുല്ല അല്ലെന്നുണ്ടെങ്കിൽ റോസ എത്ര വളർന്നിന്നെന്ന് പറഞ്ഞാലും പൂ ഉണ്ടെങ്കിലേ സുഗന്ധം ഉണ്ടാകത്തുള്ളൂ. ആണോ അല്ലയോ? അതെ. പൂവിനെ ചമയിച്ചവൻ ക്രിസ്തുവാണ്. ആണോ? ദൈവമാണ്. ആണോ? റൈറ്റ്. അവന്റെ ജോലിയാണ്, ആ ഫ്ലവറിന്റെ ജോലിയാണ് അതിനുള്ള സുഗന്ധം പരത്തുക എന്നുള്ളത്, അതിന്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ള ആ പുഷ്പത്തിന്റെ ജോലിയാണ്. ആണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞേ. അതെ. അപ്പൊ നിന്നെ ചമയിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നിന്നിൽ കൂടി ദൈവമഹത്വം പുറത്തേക്ക് കൊണ്ടുവരേണ്ട ജോലി ആരുടേതാ? നീ മൊട്ടുപോലെ ഇരുന്നാൽ, ആ കൂമ്പിളിനകത്ത് മൊട്ടുപോലെ ഇരുന്നാൽ നിന്റെ സൗരഭ്യം പുറത്തു വരത്തില്ല. വരുമോ? ഇല്ല. നീ വിടരണം. യെസ്. നീ വിടരണം. ഇതിപ്പോ എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവം പറഞ്ഞായിരിക്കും. സ്തോത്രം. ആ മൊട്ട് പോലെ ഇരിക്കുക. ഞാൻ വിടരത്തില്ല. നിന്റെ സൗരഭ്യം പുറത്തോട്ട് വരത്തില്ല. അതിന്റെ മഹത്വം വെളിപ്പെടണം. നീ മൊട്ടിനകത്തുനിന്ന് പുറത്തേക്ക് വരണം. ആമേൻ. നിന്റെ ഉള്ളിൽ ആ സൗരഭ്യമുണ്ട്. ആമേൻ. അവൻ നിന്നെ ചമയിച്ചിട്ടുണ്ട്. നീ പുറത്തേക്ക് വരണം. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ആമേൻ. നിങ്ങൾ ആരാണ്? കൊമ്പുകൾ. നിങ്ങൾ കൊമ്പുകൾ. ഫലം കായ്ക്കേണ്ടത് നിങ്ങളോ മുന്തിരിവള്ളിയോ? കൊമ്പുകൾ. നിങ്ങൾ കൊമ്പുകൾ കുത്തി ഇരുന്നോണ്ട് കരഞ്ഞാണ്ടിരിക്കുകയാണ്. എന്നിട്ട് വള്ളിയോട് പറയാണ് നീ കായ്ക്കുന്ന. വള്ളിയാണോ അതിന്റെ ഫലം പുറപ്പെടുവിച്ച് അതിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്? ആണോ? കൊമ്പുകളല്ലയോ? അതെ. അപ്പം ആ കൊമ്പുകളല്ലയോ നിങ്ങൾ ഓരോരുത്തരും? ഫലം പുറപ്പെടുവിക്കണ്ടേ? യെസ്. ആ മഹത്വം വെളിപ്പെടുത്തണ്ടേ? മുന്തിരിങ്ങ വെളിപ്പെടുത്തണ്ടേ? യെസ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ ദൈവമഹത്വം ഇന്നു മുതൽ പുറത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഞങ്ങളിവിടെ വചനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും നമ്മളിൽ വസിക്കുന്ന ഈ മഹത്വം പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.